ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതേ വാക്യം തന്നെ വീണ്ടും 18-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ 2 പേര് പ്രാർത്ഥിക്കാൻ വന്നു നിൽക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം ഇവിടെ എന്താണ്, കർത്താവ് തന്നെ പറയുകയാണ്, 2 പേര് പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയി. ഒരാൾ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഈ പരീശനെന്ന് പറഞ്ഞാൽ സകല തിരുവെഴുത്തുകളും അറിയാം, അയാൾക്ക് പഠിപ്പിക്കാൻ പ്രാപ്തനാണ്, മറ്റുള്ളവരെ ഉപദേശിപ്പാൻ പ്രാപ്തനാണ് ഒക്കെയാണ്. ഇനി ചുങ്കക്കാരനാണെങ്കിലോ അയാൾ റോമ ഗവൺമെൻറ്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ നികുതി പിരിക്കുന്ന ആളുകളെ മറ്റുള്ളവർ വെറുത്തിരുന്നു. കാരണം അവർ പലപ്പോഴും അന്യായമായിട്ട് പോലും നികുതി പിരിച്ച് വലിയ പണക്കാരൊക്കെ ആയി തീരുകയും മറ്റുള്ളവർക്ക് വലിയൊരു ശല്യമായിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം റോമ ഗവൺമെൻറ്റിൻ്റെ പിൻബലമുണ്ട് അവർക്ക്. അപ്പോൾ അവരെ വെറും പാപികളായിട്ട് തന്നെയാണ് മറ്റ് യഹൂദന്മാരും ഒക്കെ കരുതിയിരുന്നത്. അപ്പോൾ ഇവർ 2 പേരും അവിടെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നത്. പരീശൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ എങ്ങനെയാണ്? ഞാൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ നീതി കെട്ടവനല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെയോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, എനിക്ക് പഠിപ്പിക്കാനറിയാം, ഞാൻ ഉപവസിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ ആരെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? കർത്താവിനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി ചുങ്കക്കാരൻ എന്താണ്? ചുങ്കക്കാരൻ അറിയാം അവൻ പാപിയാണെന്നും പാപിയായിട്ട് തന്നെ മറ്റുള്ളവർ തന്നെ കണക്കാക്കുന്നു എന്നുള്ളത്. തനിക്ക് അത്ര അപകർഷതാബോധം ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴുണ്ട് താനും. അപ്പോൾ ആ ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കിക്കേ. നിൽക്കുന്നത് തന്നെ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, കാരണം ഞാൻ യോഗ്യനല്ല കർത്താവേ നിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുന്നതിന്, നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ലജ്ജയുണ്ട് കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് മാറത്തടിച്ചുകൊണ്ട് പറയുകയാണ്. അത് തന്നെയുമല്ല, ഞാൻ പാപിയാണ് കർത്താവേ എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഈ 2 പേരിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്, ആരെയാണ് ദൈവം നീതീകരിച്ചത് എന്നുള്ളത് കർത്താവ് തന്നെ പറയുകയാണ്. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനല്ല. പിന്നെ അവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അവന് ദൈവപ്രസാദം ലഭിച്ചില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കണം? നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വലിയ ആളുകളാണ്, നമ്മൾ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, നമ്മൾ പള്ളിയിൽ കൊടുക്കേണ്ട കാശൊക്കെ കൊടുക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന പള്ളിക്ക് വേണ്ടി ചെയ്തു. ഇതൊക്കെ ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ കൊണ്ടാണോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? അല്ല, തീർച്ചയായിട്ടുമല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നാം ദൈവം മുൻപാകെ
നമ്മെ തന്നെ സമർപ്പിച്ച്, ദൈവമേ നിൻ്റെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റേതായ ഒരു നന്മയും എനിക്കില്ല എന്ന് പറയാനുള്ള ഒരു 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 ആർജവം, അല്ലെങ്കിൽ അതിനൊരു സന്നദ്ധത വേണം നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടാതെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്താതെ പോകും. അതുകൊണ്ട് നമ്മൾ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ 51-ാം അധ്യായത്തിൽ എന്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഞാൻ പാപിയാണെന്ന് ഞാൻ അറിയുന്നു കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി. അപ്പോൾ നിൻ്റെ ദയ, എന്നാൽ കാരണം നീ അതിദയാവാനാണ്, കരുണയുള്ളവനാണെന്ന് ഞാൻ അറിയുന്നു. നിൻ്റെ മുൻപാകെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചു തരുന്നു. അതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണിത്. ദൈവം മുൻപാകെ നാം നമ്മെ തന്നെ പ്രശംസിക്കാതെ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവം മുൻപാകെ നാം താഴ്മയോടെ വിനയത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ചു തരും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.